സോ ഇന്ന് ഗോൾഡിൻ്റെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും ഒരു ബെയറിഷ് ടെൻഡൻസിയാണ് മാർക്കറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഏരിയയിൽ നിന്ന് ഒരു സെൽ ടെൻഡൻസി മാർക്കറ്റിൽ കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ നിന്ന് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി തന്നെ നോക്കാവുന്നതാണ്. ടിൽ 4082 എന്നുള്ള ലെവൽ വരെ നമുക്ക് ആ ഒരു സെല്ല് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യു ആർ ഫോറക്സ് മെൻറ്റർ. സോ ലാസ്റ്റ് ഡേയ്സ് നമ്മൾ ഗോൾഡിൻ്റെ യൂറോസിൻ്റെ അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇന്ന് ഗോൾഡിൻ്റെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും ഒരു ബെയറിഷ് ടെൻഡൻസിയാണ് മാർക്കറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മോർണിംഗിൽ തന്നെ നമുക്ക് നല്ലൊരു സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. സോ നമ്മൾ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് നമ്മൾ കാലത്ത് തന്നെ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾറെഡി അവിടെ ഒരു TP1, TP2, TP3 മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 TP1ഉം TP2 ഹിറ്റായിട്ടുണ്ട്. സോ TP1, TP2 ഹിറ്റായി. ആൻഡ് പേഴ്സണലി ഒരുപാട് പേര് നല്ല പ്രോഫിറ്റ് എടുത്ത് വരെ സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. ആൻഡ് അഗെയിൻ നമുക്ക് ഇനി കറണ്ട് ഗോൾഡിൻ്റെ വ്യൂ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു കറണ്ട് പൊസിഷൻ ഒരു ബൈ ഏരിയയിലാണ്. ഒരു 1 അവറിൻ്റെ ഓർഡർ ഫ്ലോയിൽ നിന്നുള്ള റിയാക്ഷനാണ് പ്രൈസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മോർ ഓവർ അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസസ് കുറവായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇതിൻ്റെ മുകളിലേക്ക് പോയൊരു 1 അവറിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് സ്റ്റിൽ മുകളിൽ പെൻഡിങ് ആണ്. ആ ഏരിയയിൽ നിന്ന് ഒരു സെൽ ടെൻഡൻസി മാർക്കറ്റിൽ കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ നിന്ന് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി തന്നെ നോക്കാവുന്നതാണ്. ടിൽ 4082 എന്നുള്ള ലെവൽ വരെ നമുക്ക് ആ ഒരു സെല്ല് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൈ റിയാക്ഷൻ കാണിക്കുന്ന ഏരിയയിൽ നിന്നാണ് പോകുന്നത്. ആൻഡ് ഈ കാണുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എത്തി ഒരു സെൽ ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു സെൽ കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നോക്കിയാൽ മതി. ഈ കാണുന്നൊരു ഏരിയ ബ്രേക്ക് ചെയ്താണ് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 4200 ലെവലിലേക്ക് ഗോൾഡ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ കൺഫർമേഷൻ. ആ ഒരു പ്രയോറിറ്റി കൺഫർമേഷന് വേണ്ടി കൊടുക്കുക. ആൻഡ് നമുക്ക് യൂറോ USDയിലേക്ക് പോകാം. യൂറോ USD നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റിൽ ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാർജ് ആയിട്ടുള്ള ഒരു വലിയൊരു ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. സോ ആ ക്യാൻഡിലിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻസൈഡ് മൊമെൻറ്റമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഒരു മേജർ മൂവ്മെൻറ്റ്സ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. ആൻഡ് നമുക്ക് ഈ കാണുന്ന ഒരു 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാത്രം ഒരു പ്രോപ്പർ ബൈ നോക്കിയാൽ മതി. അതല്ല ഒരു സെല്ല് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്നതിൻ്റെ ഹൈ ഒരു ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടൊരു സെൽ സെറ്റപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു സെൽ ഡയറക്ഷനിലേക്ക് പ്ലാൻ ചെയ്യുക. ആൻഡ് ഈ കാണുന്ന ഏരിയയിൽ ഒരു സെൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബൈ കണ്ടിന്യൂഷനാണ് കാണിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കൊരു ലാർജ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ സാധിക്കും. ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് ഡ്രോപ്പ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതല്ല ഈ കാണുന്ന ലോ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിലൊരു ഫോൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 1.12944 എന്നുള്ള ലെവലിലേക്ക് പ്രൈസ് ഡ്രോപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ്സ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോ USD. സോ ഇതിൻ്റെ മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.